കർഷകപുരം പേരുപോലെ തന്നെ കൃഷിയെ ജീവിതമായി കരുതി അതിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു പറ്റം നിഷ്കളങ്കരായ മനുഷ്യരുടെ അതിമനോഹരമായ കൊച്ചു ഗ്രാമം. നെല്ല്, തെങ്ങ്, പച്ചക്കറികൾ, പാൽ തുടങ്ങി ഈ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തതായി ഒന്നും തന്നെയില്ല. അത്രമേൽ കൃഷി സമ്പുഷ്ടമായ ഗ്രാമം. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കഴിഞ്ഞിരുന്നവർ പുതുതലമുറയ്ക്ക് വഴിമാറിക്കൊടുത്തുവെങ്കിലും കൃഷിയെ കൈപ്പിടിച്ചുയർത്താൻ ഇന്നത്തെ തലമുറ വൈമനസ്യം കാണിക്കുന്നു. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി കൃഷി ഒരു തൊഴിലായി അംഗീകരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്കാവുന്നില്ല. മണ്ണിലിറങ്ങാനും പണിയെടുക്കാനും ആളെ കിട്ടാത്ത അവസ്ഥ, പ്രതികൂല കാലാവസ്ഥകൾ, ജലദൗർലഭ്യം, വന്യജീവികളുടെ വിള നശിപ്പിക്കൽ എന്നിവയെല്ലാം കൃഷിയെ പിന്നോട്ടടുപ്പിച്ചു. ഇത്തരം പ്രതികൂല സാഹചര്യത്തിലും കൃഷിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച കർഷകപുരം ഗ്രാമത്തിലെ രണ്ട് സ്നേഹിതരെക്കുറിച്ച് ഞാനൊരു കഥ പറയാം. ആ രാമ പോവാ, ഇതാ വരണോ. ഓ സമയത്ര ആയോ, അവളുടെ വായിലുള്ളതും കേൾക്കേണ്ടി വരും. അല്ല രാമ, ഇന്ന് എത്ര പേരുണ്ട്? വിളിച്ചവരെല്ലാവരും വന്നില്ലടാ, 5 പേരേ ഉള്ളൂ. നാളെ കുറച്ച് ബംഗാളികളെ കൂടി വിളിക്കണം. അതെന്തിനാ? അവരെ കൂടെ വിളിച്ചാൽ പെട്ടെന്ന് പണി തീരും. പാടത്തെ പണിക്ക് ആളെ കിട്ടാനില്ല. ഒന്നും പിടിക്ക. അതപ്പം ഞാൻ ഇറങ്ങിയത്. എൻ്റെ പണി കഴിഞ്ഞാൽ എൻ്റെ പണിക്കാരെ എൻ്റെ കണ്ടത്തിൽ ഇറക്ക്, എന്നാലേ എൻ്റെ പണി തീരുള്ളൂ. അതിനെന്താ നാരായണ, നാളത്തോടെ എൻ്റെ കഴിയും, പിന്നെ നിന്റെ കണ്ടത്തിൽ ഇറക്കാം. അല്ല രാമ, ബംഗാളികളൊക്കെ ചെയ്താൽ ശരിയാവോ? ആ കാര്യത്തിൽ എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. വടക്കേക്കാട്ടിൽ അവർ നട്ടത് പോയി നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. അതാ അവരെ വിളിക്കാമെന്ന് വെച്ചത്. ബംഗാളികളെങ്കിൽ ബംഗാളികൾ. ഇത്തവണയും കൊള്ള പലിശയ്ക്ക് കടമെടുത്തിട്ടാണ് ഞാൻ കൃഷി ഇറക്കിയിരിക്കുന്നത്. എടാ, കാർത്തികയുടെ കല്യാണത്തിന് ചേർത്ത് വെച്ചിരുന്ന സ്വർണമെല്ലാം പണയത്തിലാണ്. കറവ പശുക്കളെ വിറ്റ് പെറുക്കിയ ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത്. അവറ്റങ്ങളെ അഴിച്ചുകൊണ്ട് പോകുമ്പോൾ കാർത്തികയുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല. ഓട്ടടാ, ഇത്തവണ കൊയ്ത്തൊന്ന് കഴിഞ്ഞോട്ടെ, നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. ഈ മണ്ണിനോടും കൃഷിയോടുമുള്ള ആവേശമാണ് നമ്മുടെ ഉറക്കങ്ങളെന്ന്. സമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് കുറേയായി. കാർത്തിക്കാണെങ്കിൽ കല്യാണപ്രായമായി. അവളെ ഒരു നല്ല കൈ പിടിച്ച് ഏൽപ്പിക്കണം. ഇതുമാത്രമാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഇത്തവണ കൂടി കാലവർഷം ചതിച്ചാൽ... ഇല്ലടാ, ഇത്തവണ നമ്മൾ എന്തായാലും രക്ഷപ്പെടും. യഥാർത്ഥ കർഷകന് ചേറിൽ കാല് കുത്തിയാലേ ജീവിക്കാൻ പറ്റൂ. അവൻ്റെ ജീവവായു കൃഷിയാണ്. കൃഷി നശിച്ചാൽ അവനോടൊപ്പം ഈ സമൂഹമേ നശിക്കും. അരി നെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് മറന്നുപോയ ജനതയാണ് ഈ നാട്ടിൽ ഭൂരിപക്ഷമായിരിക്കുന്നത് എന്ന് അഴീക്കോട് പറഞ്ഞത് എത്ര ശരിയാണ്? ഞാൻ നിന്നെ വീട്ടിൽ വിട്ടാ പോരാ? മതിയടാ. രുക്മണി, പുലർച്ചെ പോയതാണല്ലോ. സമയം എത്രയെന്ന് വെച്ചിട്ടാ? വിശപ്പൊന്നുമില്ലേ? പാടത്തേക്കൊന്ന് പോയി. ഞാറൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. ഇനി നടണം. ആളെ കിട്ടാനില്ല, അതാ പ്രശ്നം. രാമചന്ദ്രൻ ഉണ്ടായിരുന്നു, അവനൊന്നും നടിയില്ല. അവൻ്റെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നടിയിലാണ്. നീ ഭക്ഷണം എടുത്ത് വയ്ക്ക്. ഇത്തവണ കടങ്ങളെല്ലാം തീർക്കണം. മോനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കണം. കുറേ ദിവസമായി അവൻ പറയുന്നു. ഓ, ഒരച്ഛനും ഒരു മോനും നമ്മളെ ഒന്നും ആർക്കും വേണ്ടേ? എൻ്റെ രുക്മണി, പിണങ്ങല്ലേ, നിന്റെ കാര്യം പരിഗണിക്കുന്നുണ്ട്. അതെ അതെ.
കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പാലക്കാട് ജില്ലയിലുണ്ടായ കൃഷിനാശം 13 കോടി പിന്നിട്ടു. 713 ഹെക്ടർ നെൽകൃഷി നശിച്ചു. കൊയ്തെടുത്ത നെല്ല് ഉണക്കിയെടുക്കാൻ കഴിയാതെയും കർഷകർ പ്രതിസന്ധിയിലാണ്. നല്ല വിള പ്രതീക്ഷിച്ചു. നാരായണ, മണ്ണും കനി. നാരായണ, ഇവിടെ ആരുമില്ലേ? പെയ്ത മഴ സകല നാരായണ, സുമരേട്ടാ, എന്ത് നാരായണ, പറ്റി? ഞാനൊരു കാര്യം പറഞ്ഞ നീ വെപ്രാളപ്പെടരുത്. നമ്മുടെ രാമചന്ദ്രനില്ലേ, അവൻ കുറച്ചു മുന്നേ വയലിനടിക്കുന്ന മരുന്നെടുത്ത് കുടിച്ചു. ആള് പോയിന്നാ കേട്ടത്. അയ്യോ എന്റെ ദൈവമേ. എന്റെ ഈശ്വരാ. രുക്മണി, പെട്ടെന്ന് ഇറങ്ങണം. വാതിൽ പൂട്ടിക്കോ. നീ മൊബൈലൊന്നും എടുക്ക. ഒരു ദിവസത്തിന് ഓട്ടോ വിളിക്കണം. ഫോണ് നീ ഒന്ന് വിളിക്കേ. വേഗം വിളിക്കേ. ഞാൻ സംസാരിക്കാം. മുരുകേശ, ഒന്ന് രാമചന്ദ്രന്റെ വീട് വരെ ഒന്ന് പോണം. പെട്ടെന്ന് വാ. നീ പോയി ഷർട്ട് എടുത്തിട്ട് വാ. വാല് പൂട്ട്. വാ പോ. വരുന്നു. എന്താ അത്? ഓട്ടോ വരണ്ടേ? നമുക്ക് അവിടെ പോയി നിൽക്കാം. ഓട്ടോ വരും. വേഗം പൂട്ട്. പാലക്കാട് വീണ്ടും കർഷക ആത്മഹത്യ. ചിറ്റൂർ കർഷകപുരം സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. കനത്ത മഴയെ തുടർന്നുണ്ടായ കൃഷിനാശവും കടബാധ്യതയുമാണ് ആത്മഹത്യാ കാരണമെന്ന് സംശയിക്കുന്നു. രാമ, ഇത്തവണ കൊയ്ത്ത് കഴിഞ്ഞാൽ നമുക്ക് കാർത്തിയുടെ പണയത്തിലിരിക്കുന്ന സ്വർണം മുഴുവൻ എടുത്തു കൊടുക്കണം. അത് ശരി, ഇവിടെ ഉണ്ടായിരുന്നോ? നമുക്ക് 1-2 പശുക്കളെ വാങ്ങിക്കൊടുക്കണം. അവളുടെ വിഷമം മാറട്ടെ. നാരായണേട്ടാ, അവളുടെ കല്യാണക്കാരിയല്ലേ. നാരായണേട്ടാ, ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ടടാ. സമയം 2 മണിയായി. കിടക്കണില്ലേ? എനിക്കറിയുന്ന നല്ലൊരു പയ്യനുണ്ട്. നീയും കണ്ടിട്ടുണ്ട്. നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കൃഷിയോടൊക്കെ താല്പര്യമുള്ള പയ്യനാ. നിങ്ങൾ ആരോടാ ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? എന്താ രുക്മണി, നിനക്ക് കണ്ണും കാണാതായോ? രാമൻ നിൽക്കണ കണ്ടില്ലേ? ഞങ്ങൾ കാർത്തിയുടെ കല്യാണത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. അത് നിങ്ങളുടെ തോന്നലാ നാരായണേട്ടാ. തോന്നലോ? എന്ത് തോന്നല്? നമ്മൾ 3 പേരും കൂടെ അല്ലേ രാമന്റെ വീട്ടിൽ നിന്ന് വന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു. കല്യാണക്കാര്യം സംസാരിച്ചു. എല്ലാം മറന്നോ നീ? എന്തൊക്കെയാ ഈ പറയണേ? ഇന്ന് രാമേട്ടന്റെ ശ്രാദ്ധത്തിന് പോയി വന്ന ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയേ? വാ, വന്ന് കിടക്കാൻ നോക്ക്. വരൂ, ഒന്ന് വരൂ നാരായണേട്ടാ. എന്താ രുക്മണി പറയണേ? എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയോ? നിനക്കൊരു കുന്തം അറിയില്ല. എനിക്കൊന്നും അറിയില്ല. നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം. നാളെ പണിക്കരാൻ എന്ത് ശരിയാക്കാൻ? എന്താ അവിടെ ഇപ്പൊ വന്ന് പ്രശ്നം? കിടക്കും. ഇപ്പോൾ നാരായണന് സമയം ഒട്ടും അനുകൂലമല്ല. ഭാഗ്യാധിപനായ വ്യാഴം ചാരവശാൽ 12-ൽ മറഞ്ഞു നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നു. കർമാധിപനായിട്ടുള്ള ചൊവ്വ മനക്ലേശ സ്ഥാനത്താണ്. മാനസിക വിഭ്രാന്തി, മനോനില തെറ്റൽ, ജീവൻ വെടിയാനുള്ള ചിന്ത ഒക്കെ ഉണ്ടാകും. സൂക്ഷിക്കണം. സമയം വളരെ മോശമാണ്. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. പണിക്കരേട്ടാ, ഇതിന് പരിഹാരമൊന്നുമില്ലേ? ആകെ കഷ്ടത്തിലാണ്. നാരായണന്റെ ജന്മനക്ഷത്രം പൂയം, മുരുകഭഗവാന്റെ നക്ഷത്രം. മുരുകന് ഏറ്റവും പ്രിയപ്പെട്ട സ്കന്ദഷഷ്ടി നാളിൽ അഷ്ടഗന്ധാഭിഷേകം നടത്തുക, മഞ്ഞപ്പട്ട് നൽകുക, നന്നായി പ്രാർത്ഥിക്കുക. മനഃശാന്തിക്കും പാപശാന്തിക്കും ഐശ്വര്യത്തിനും ഉത്തമം. നാരായണന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. നല്ലോണം പ്രാർത്ഥിക്കുക. ഭഗവാൻ രക്ഷിക്കും. മുരുക ഭഗവാനെ. മോനെ, നീ ഇവിടെ ഇരിക്കുകയാണോ? ഒന്ന് അകത്ത് വന്ന് പ്രാർത്ഥിച്ചൂടെ എനിക്ക്? അമ്മ പ്രാർത്ഥിക്കണ്ടല്ലോ, അത് മതി. ഈ പൂജയും വഴിപാടും കൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഒക്കെ വെറുതെ. അങ്ങനെ പറയരുത് മോനെ.
എല്ലാ പ്രവൃത്തികളുടെയും ഫലം ലഭിക്കുന്നത് പരിശ്രമത്തിലൂടെയാണ്. അതുപോലെ തന്നെയാണ് വിശ്വാസവും. ആത്മാർത്ഥമായ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. വഴി തെളിയും മോനെ, നീ വിഷമിക്കാതെ. മകനെ എവിടെന്നാ സ്വാമി? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? വേണ്ട വേണ്ട, ഇവിടെയൊക്കെ വരാറുണ്ട്. എൻ്റെ മകൻ്റെ വീട് ഇവിടെയാ. അവനെ കാണാൻ വന്നതാ. അങ്ങനെ കയറിയതാ ഇവിടെ. എവിടെയാ മകന്റെ വീട്? ഞാൻ കൊണ്ടാക്കാം. പറഞ്ഞോളൂ, അവൻ വേണ്ട കൊണ്ടാക്കും. മക്കളെ വേണ്ട, നല്ലതേ വരൂ. മകനെ മുരുക, സൂക്ഷിച്ച് മക്കൾക്ക് നല്ലത് വരുത്തണേ. ആ. മകനെ മുരുക. പാവല്ലേ, ഒട്ടും വയ്യാൻ തോന്നുന്നു. അതെ അതെ, പാവം. നാരായണ, ഇനിയൊരു അവധിയില്ല. ഒരാഴ്ചക്കകം മുതലും പലിശയും എനിക്ക് തന്നിരിക്കണം. അല്ലെങ്കിൽ ഈ ചിറ്റൂരാൻ ആരാണെന്ന് താൻ അറിയും. ആഹാ, രുക്മിണി വന്നൂലേ? എന്താ സുദേവ, അമ്പലത്തിൽ പോയതോ? ചായ എടുക്കട്ടെ? അയ്യോ വേണ്ടായേ, എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. അതെ ചേട്ടത്തി, നാരായണേട്ടനോടൊന്ന് പറയണം, കടം വാങ്ങിച്ചാൽ തിരിച്ചു തരണമെന്ന്. ഞാൻ ധർമ്മസ്ഥാപനമൊന്നും അല്ല നടത്തുന്നത്. ഇത്തവണ ഞങ്ങൾ തീർച്ചയായിട്ടും തരും. കൊയ്ത്തൊന്ന് കഴിഞ്ഞോട്ടെ. കഴിഞ്ഞ തവണ കാലവർഷം ചതിച്ചു. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും തന്നു തീർത്തിരുന്നു. പണം കടം വാങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞതാ, വേണ്ടാ നാരായണേട്ടാ വേണ്ടാന്ന്. കാലവർഷം ചതിക്കുന്ന എനിക്കറിയാ, കേട്ടില്ല. ചിറ്റൂരേട്ടാ, ഇത്തവണ തരും. ദയവ് ചെയ്ത് കുറച്ചുകൂടെ സമയം തരും. എനിക്ക് തീരെ സുഖമില്ല, ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാനിപ്പ പോകുന്നു. അടുത്ത തവണ ഞാനായിരിക്കില്ല വരുന്നത്, അവനായിരിക്കും. അവൻ എന്നെ പോലെയല്ല, അറിയാലോ. ഓട്ടറ മോനെ, കടമൊക്കെ പെട്ടെന്ന് അങ്ങ് വീട്ടാൻ നോക്ക്. പാടത്തെ കൊയ്ത്തൊന്ന് കഴിഞ്ഞോട്ടെ, പലിശ അടക്കം തരാം. ഞാൻ പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. പോവാടാ. ഒരുപാട് കടങ്ങൾ ഞാനായിട്ട് വരുത്തി വച്ചിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചാലൊന്നും അത് തീരും തോന്നുന്നില്ല. സുദേവനൊരു ജോലി കിട്ടിയാൽ തന്നെ ഇത്രയും കടങ്ങൾ കെട്ടിത്തീർക്കാൻ കഴിയില്ല. അല്ല, സുദേവനോടെ? അവനിപ്പോ വരും. ക്ലബിൽ പോയത്, എന്തോ മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. ശരി. ഒരുപാട് ഇരുട്ടുന്നത് വരെ പുറത്തു പോയിരിക്കണ്ടെന്ന് ഞാൻ പലതവണ അവനോട് പറഞ്ഞിട്ടുണ്ട്. കാലം അത്ര നല്ലതല്ല. ഇനിയെല്ലാം അവൻ നോക്കട്ടെ. ആകെ ഒരു അസ്വസ്ഥത. ഞാനൊന്ന് കിടക്കട്ടെ. എന്നാ നാരായണേട്ടൻ കിടന്നോളൂ, ഞാൻ മോൻ വന്നിട്ട് വരാം. അമ്മേ, അമ്മേ, അമ്മേ. എത്ര നേരമായി പോയിട്ട്? ഞാൻ പറഞ്ഞിട്ടില്ലേ 8 മണിക്ക് മുമ്പ് വീടെത്തണമെന്ന്? അച്ഛൻ ആകെ ദേഷ്യപ്പെട്ട് കിടക്കാൻ പോയി. സമയം നോക്ക്. പിണങ്ങാതമ്മേ. പിള്ളേരോട് അതും ഇതും സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അച്ഛൻ ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയിട്ടില്ല. പാതിരാത്രി വരെ ഇവിടെ നിന്നെ നോക്കിയിരിക്കാം. ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താ അറിയോ, അതെൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് കേൾക്കേണ്ടതാ. എവിടെ അച്ഛനെവിടെ? അച്ഛനെ ഞാൻ വിളിക്കാം. അങ്ങനെ പുറങ്ങണ്ട. അച്ഛാ, അച്ഛാ. അമ്മേ, അച്ഛൻ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നു വാതില്. ഏയ്, അച്ഛൻ അങ്ങനെ ചെയ്യില്ലല്ലോ. മാറി നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. നാരായണേട്ടാ, നാരായണേട്ടാ, പാല് തുറക്കൂ. നാരായണേട്ടാ, നാരായണേട്ടാ, പാല് തുറക്ക് നാരായണേട്ടാ. വാതിൽ തുറക്കച്ചാ, തുറക്കച്ചാ. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്, ഒന്ന് തുറക്കച്ചാ. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാ. എനിക്ക് PSC കിട്ടിയച്ചാ, കൃഷി ഓഫീസറായിട്ട്.
അച്ഛ വാതിൽ തുറക്കച്ചാ. നാരായണേട്ടാ, ഒന്ന് വാല് തുറക്കൂ. അതേ, നമ്മുടെ മോന് ജോലി കിട്ടിയെന്ന്. നാരായണേട്ടാ, അച്ഛ അയ്യോ അയ്യോ അച്ഛ മോനെ, അച്ഛൻ ചതിച്ചല്ലോടാ. ഇനി എന്താ ചെയ്യാ? അച്ഛ ഭഗവാനെ, ഈശ്വരാ. ഞങ്ങൾക്ക് ആരാള. പ്രിയപ്പെട്ട രുക്മിണി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ മണ്ണിനെ സ്നേഹിച്ചു, കൃഷിയെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ കൃഷിയിലുണ്ടായ നഷ്ടങ്ങൾ എനിക്കാരോടും പറയാൻ പറ്റാതെ പോയി. കടത്തിൽ നിന്നും കടത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ജീവിക്കാനുള്ള എല്ലാ ആശയും നശിച്ചു പോയിരുന്നു. ഞാൻ പോവുകയാണ്. കടബാധ്യതകൾ മാത്രം വരുത്തിവെച്ച ഈ അച്ഛനോട് ക്ഷമിക്കണമെന്ന് സുദേവനോട് പറയുക. എൻ്റെ അനുഗ്രഹം എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവും. അമ്മേ, അമ്മേ. എന്തിനാ കാർത്തിക ഇങ്ങനെ നിലവിളിക്കുന്നത്? എല്ലാം ഒന്ന് സാവധാനത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം മറന്നോ? ഒരു ശ്രദ്ധയില്ലേ കുട്ടിക്ക്? അതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മേ. അച്ഛേ, ഇത് കണ്ടോ? സുദേവേട്ടനാ ഇത്തവണത്തെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതെയോ? ശരിക്കും? എല്ലാം മുരുകഭഗവാന്റെ അനുഗ്രഹം. ഇപ്പോ സന്തോഷായില്ലേ നാരായണേട്ടാ? പഴയ കൃഷിരീതികൾ പൊളിച്ചെഴുതി അതിനൂതന രീതിയിലൂടെ കൃഷിയെ എങ്ങനെ ലാഭകരമാക്കി മാറ്റാം എന്ന് കൃഷി ഓഫീസറും കർഷകനുമായ സുദേവൻ തെളിയിച്ചതിനാണ് അവാർഡ്. അമ്മേ, മോളെ നോക്ക്, അച്ഛന്റെ ഫോട്ടോ. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മുടെ രാജ്യത്തെ മൊത്തം ആത്മഹത്യയുടെ 6.3% കർഷക ആത്മഹത്യകളാണ്. അത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ തന്നെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക, അതിജീവിക്കുക. നമ്മുടെ ഈ കഥയിലെ സുദേവനെ മാതൃകയാക്കി പുതുതലമുറ കൂടുതൽ കൃഷിയിലേക്ക് ഇറങ്ങുമെന്ന ശുഭപ്രതീക്ഷയോടെ